ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിള വരുന്നുണ്ട്. അപ്പോൾ ആ തിള വരുന്ന സമയത്ത് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുനാരങ്ങയുടെ കയ്പൊന്ന് വിടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എടുത്ത ചെറുനാരങ്ങ കുറച്ച് പഴുപ്പ് കുറവാണ്, അപ്പോൾ അത് കാരണമാണ് 1 ടീസ്പൂൺ പഞ്ചസാര കൂടുതൽ ഇട്ടിട്ടുണ്ട്, കയ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത നാരങ്ങയാണെങ്കിൽ മഞ്ഞ കളറിലാണെങ്കിൽ അത്രയും വരില്ല, അപ്പോൾ അത് കാരണം. അപ്പോൾ ഇനിയിപ്പോൾ നാരങ്ങ അതിലിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തിളക്കണം കേട്ടോ. ഒന്ന് തിളച്ചാൽ അത് നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് പൊട്ടരുത് നാരങ്ങ, ഈ പരുവത്തിൽ കിട്ടണം. കണ്ടോ, തീരെ പൊട്ടിയിട്ടില്ല. ഒന്ന് ചെറുനാരങ്ങ പൊട്ടാത്ത രൂപത്തിൽ 1-2 മിനിറ്റ് തിളച്ചിട്ട് അത് ഊറ്റി വെക്കാം. അത് ഊറ്റിയിട്ട് അത് വെള്ളമൊക്കെ വാർന്ന് വരുമ്പോൾ നമുക്കൊന്ന് തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഉണക്കി വെച്ചിട്ട് വെള്ളത്തിൻ്റെ നനവ് തീരെ വരാതെ വേണം കിട്ടാൻ. അപ്പോൾ അച്ചാറൊന്നും വീട്ടിലെല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് വേണം. ഇഞ്ചി ഇല്ല, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം അന്ന് മുളക് കൃഷിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്, അത് വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാനത് ഇനിയിപ്പോൾ ഒന്നാകെ പറിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഞാൻ അതിൻ്റെ കടയിൽ ഓരോത് പോയി പറിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് ഒരു കഷ്ണം പറിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. കണ്ടോ, അപ്പോൾ ഇതും തന്നെ ഫുള്ളായിട്ട് ഞാൻ എടുക്കണില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള 2 കഷ്ണം മാത്രം എടുത്തിട്ട് അതിൽ തന്നെ കുഴിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഗ്രോ ബാഗിൽ, ഞാൻ സിമൻറ്റ് ചാക്കിലാണ് കുറച്ച് ഇതൊക്കെ ചമ്മലിലൊക്കെ ഇട്ട് കൃഷി ചെയ്ത രീതിയൊക്കെ ഞാൻ മുളക് കൃഷിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി, മുളക്, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഇതല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഉണ്ടോ, നല്ല വണ്ണക്കത്തിലൊക്കെ കട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പണി അതിൻ്റെ കടക്കെ പോയി മാന്തി എടുക്കാറ് തന്നെയാണ്. പകുതിയിലേറെ മാന്തി കഴിഞ്ഞിട്ടുണ്ട്, ഇനി പുതിയതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം. അപ്പോൾ ഒന്ന് മഴയുടെ ഈ കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി അടുത്ത് കൃഷി പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചീഞ്ഞു പോവും. മഴ അങ്ങനെ നിന്ന് പെയ്യല്ലേ, പുതിയതായിട്ട് നട്ടതൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊന്ന് മഴയുടെ കുത്ത് മാറിയിട്ട് വേണം അടുത്ത കൃഷിക്ക് നോക്കാം. അപ്പോൾ അതാ കുറച്ച് വേപ്പിൻ്റെ ഇലയും മുളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ചെറുനാരങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴം കഴുകി നുറുക്കി കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ ഈത്തപ്പഴം കൂടിയിട്ടാണ് അച്ചാറിടുന്നത് കേട്ടോ. ഞങ്ങൾക്കൊരു ഇത്തിരി എരിവ് അധികം വേണ്ടതേനും കുറച്ച് മധുരമൊക്കെ ഉള്ള അച്ചാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതാണ് ഈത്തപ്പഴവും ചെറുനാരങ്ങ കൂടിയിട്ട് അച്ചാറിടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് അച്ചാറിടുന്നത്, ചിലർ എണ്ണയിലാണ്. എണ്ണയിലിട്ടാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഓയിലെടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനും പറ്റില്ല, അച്ചാറിന് ചീത്തയായി പോവും, കാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ചെയ്യാറെന്നൊന്നും അറിയില്ല, ഞാൻ എൻ്റേതായ രീതിയിലാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ആക്കി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അത് നല്ല വരണ്ട് മൂത്ത് വരണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടുക, ഒക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കായപ്പൊടി എടുത്ത് വെച്ചിരുന്നില്ല, അതാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കായപ്പൊടിയും കൂടി ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ, ഞാൻ അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ, അതാണ് നല്ല കായപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടും ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുക. പിന്നെ ഈ പാക്കറ്റിൻ്റെ അച്ചാർ പൊടി ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. എനിക്കതാണ് അച്ചാർ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് തീയൊക്കെ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം എരിവിന് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കുഞ്ഞ് ടീസ്പൂണാണ്, അതൊരളവ് പറയുന്നില്ല, നിങ്ങളൊക്കെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു കുഞ്ഞ് ടീസ്പൂണിന് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു തരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് മൂത്ത് വരണം.
അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഓയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ആദ്യം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നനവൊന്നുമില്ല, ഒക്കെ നന ഇതാക്കി കഴുകി വെള്ളം വാർന്നതിന് ശേഷമാണ് കുരുവൊക്കെ കളയാനും മുറിക്കലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അച്ചാറിനുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴവും ചെറുനാരങ്ങയും കൂടി ഞാൻ മസാലയിലൊന്ന് മിക്സ് ആവണം. നമ്മൾ ഇപ്പോൾ കഴിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ, കയ്പ്പൊന്നുമില്ല. ഞങ്ങൾ കഴിച്ച് നോക്കി, അപ്പോൾ ഇട്ടപാട് കൂട്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടി ആ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 മാസം 2 മാസം മുന്നേ തന്നെ ഈ അച്ചാറൊക്കെ ഇട്ട് വെക്കണത്. അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ അച്ചാറിനാവുമ്പോൾ ഒരു പൊടി മുന്നിലിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരധികം 3-4 ടീസ്പൂൺ അച്ചാറിനുള്ള ഇത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവും മധുരവും പുളിയൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് തിളക്കണം കേട്ടോ, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ആ മസാലയൊക്കെ ചെറുനാരങ്ങയിലും ഈത്തപ്പഴത്തിലൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചെടുക്കുക. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം നമുക്ക്. ഒന്ന് തിളച്ചാൽ നമുക്ക് ഇനി അത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളത് ഭരണിയിലാക്കിയിട്ട് വെക്കേണ്ടത്. നല്ലോണം തണുത്തതിന് ശേഷമാണ് ഇട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ രാത്രിയിലാണ് ഇതാ കുപ്പിയൊക്കെ നല്ല വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലാക്കി വെക്കുകയാണ്. നമുക്ക് കുറച്ച് ഇരിക്കേണ്ടതായതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്കിത് വെള്ളം നാരങ്ങയൊക്കെ ഈ മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ കുറുകിയ പോലെ ഉണ്ട്. അപ്പോൾ സുർക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ആക്കി വെക്കുകയാണ് കുപ്പിയിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.